കേരള വിഷൻ ന്യൂസ്, കൊച്ചി. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന നേതാക്കന്മാരെ തിരികെ കൊണ്ടുവരാൻ ബിജെപി നടപടി തുടങ്ങി. മേഖലാ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പുതിയ നീക്കം. പാർട്ടി നടപടി നേരിടുന്നവരെയും അകന്നു നിൽക്കുന്ന നേതാക്കന്മാരെയും ഒപ്പം കൂട്ടാനാണ് പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനം. 500-ലധികം പേർ പാർട്ടിയുമായി അകന്നു നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ. മേഖലാ കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്താനാണ് പുതിയ അധ്യക്ഷന്റെ തീരുമാനം. നിലവിൽ 4 മേഖലാ കമ്മിറ്റികളാണുള്ളത്. അത് 5ആയി ഉയർത്തും. മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ സമയം മുതൽ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്നവരാണ് അധികവും. ദേശീയ അധ്യക്ഷനെ തീരുമാനിച്ച ശേഷമായിരിക്കും മേഖലാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുക. ഇതിന്റെ ഭാഗമായി അകന്നു നിൽക്കുന്നവരുമായി നേതാക്കന്മാർ ചർച്ച തുടങ്ങി. വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഇവരെ മത്സരിപ്പിക്കുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തതിനു ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ മാറ്റം വരുത്തും. ഇതിന് മുന്നോടിയായുള്ള ചർച്ചകളും പുരോഗമിച്ചു വരികയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി അടിമാലിയിൽ സ്വർണ്ണ വ്യാപാരത്തിന്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയെന്ന് പരാതി. തട്ടിപ്പിൽ വിവിധയാളുകൾ അകപ്പെട്ടതായും ഇവർക്കൊക്കെയും പണം നഷ്ടമായതായും സൂചനയുണ്ട്. അടിമാലി പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതായാണ് വിവരം. സ്വർണ്ണ വ്യാപാരത്തിന്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് അടിമാലി പോലീസിന് പരാതി ലഭിച്ചിരിക്കുന്നത്. സ്വർണ്ണവില കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വർണം വാങ്ങി വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പിനിരയാക്കിയെന്ന തരത്തിലാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഒരു പരാതി അടിമാലി പോലീസിന് ലഭിച്ചതായാണ് വിവരം. തട്ടിപ്പിൽ വിവിധയാളുകൾ അകപ്പെട്ടതായും ഇവർക്കൊക്കെയും പണം നഷ്ടമായതായും സൂചനയുണ്ട്. തട്ടിപ്പ് നടത്തിയയാൾ ആദ്യം സമീപിച്ചവർക്ക് ലാഭവിഹിതമായി കുറച്ച് തുക നൽകി വിശ്വാസം നേടിയെടുത്തിരുന്നു. ഇതോടെ കൂടുതൽ പേർ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടതായാണ് വിവരം. കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചതോടെ ലാഭവിഹിതം കൊടുക്കുന്നത് തടസ്സപ്പെട്ടു. മാസങ്ങളായി കൊടുത്ത പണമോ ലാഭവിഹിതമോ ലഭിക്കാതെ വന്നതോടെ ആളുകളിൽ സംശയമുയരുകയും പരാതി ഉണ്ടാവുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരം. സമീപകാലത്തെ ഏലക്ക തട്ടിപ്പിനും പാതിവില തട്ടിപ്പിനും ശേഷമാണ് മറ്റൊരു രീതിയിലുള്ള തട്ടിപ്പ് പരാതി ഉയർന്നിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. CPI ദേവികുളം മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ആരെയും കൊല്ലാൻ പാടില്ല, പക്ഷേ മതഭ്രാന്ത് പറയുന്നു കൊല്ലാൻ. മതഭ്രാന്തിന്റെ ബാധയേറ്റ് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുത്തവരിൽ നിന്നും നിഷ്കളങ്കരായ ആളുകളെ രക്ഷിച്ചത് കശ്മീരിലെ ഇസ്ലാം മതവിശ്വാസികൾ ആണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. CPI ദേവികുളം മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച കൊടിമരം, പതാക, ബാനർ, ദീപശിഖ, CA കുര്യൻ ഛായാചിത്രം ജാഥകൾക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് സമ്മേളന നഗരിയിൽ സ്വീകരണം നൽകി. ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ആരെയും കൊല്ലാൻ പാടില്ല, പക്ഷേ മതഭ്രാന്ത് പറയുന്നു കൊല്ലാൻ. മതഭ്രാന്തിന്റെ ബാധയേറ്റ് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുത്തവരിൽ നിന്നും നിഷ്കളങ്കരായ ആളുകളെ രക്ഷിച്ചത് കാശ്മീരിലെ ഇസ്ലാം മതവിശ്വാസികളാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മതഭ്രാന്തിന്റെ ബാധയേറ്റ് മനുഷ്യരെ കൊല്ലുവാൻ വേണ്ടി പാഞ്ഞെടുത്തവരിൽ നിന്നും നിഷ്കളങ്കരായ മനുഷ്യരെ രക്ഷിച്ചത് കാശ്മീരിലെ ഇസ്ലാം മതത്തിലെ വിശ്വാസികളാണ്, വേറെ ആരുമായിരുന്നില്ല.